ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇതുപോലെ ക്യൂട്ടായിട്ടുള്ള ഒരു ബൂട്ടീസ് ചെയ്തെടുക്കാം. രണ്ട് കളറിൽ, രണ്ട് ഷെയ്ഡിൽ എങ്ങനെ ബൂട്ടീസ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് 6 to 3 month 3 to 6 month ഒരു ബേബീസിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാ സൈസിലും ചെയ്തെടുക്കാം. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 പ്ലേയുടെ ബേബി സോഫ്റ്റ് കോട്ടൺ ഞാനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 4 പ്ലേ ആയതുകൊണ്ട് 2 യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 8 പ്ലേ ആണുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ഒക്കെ ആണെങ്കിൽ 8 പ്ലേ ആണ് വെച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് 4 പ്ലേ ആണ് വെച്ചിട്ടാണ് ഞാൻ അധികവും ചെയ്യാറുള്ളത്. അതുപോലെ ഇതിൻ്റെ ബോർഡർ ചെയ്യാനായിട്ടും ഞാൻ 4 പ്ലേയുടെ 2 യാൺ കൂട്ടിയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. 2.5 mm ഹുക്ക് സെറ്റാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കുറച്ച് സ്റ്റിച്ച് മാർക്കേഴ്സും ബിഗിനേഴ്സ് ആണെങ്കിൽ യൂസ് ചെയ്യുക, അല്ലാത്തവർ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 യാൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ബിഗിനേഴ്സ് ആണെങ്കിൽ 8 പ്ലേൻ്റെ ഒരു യാൺ യൂസ് ചെയ്തിട്ട് ചെയ്യുക. ആദ്യം നമുക്ക് ഒരു സ്ലിപ്പ് നോട്ട് ചെയ്ത് കൊടുക്കാം. ഈ സ്ലിപ്പ് നോട്ടിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് 11 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. 3 4 5 6 7 8 9 10 11 അങ്ങനെ ഞാനിവിടെ 11 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3 to 6 month ആയതുകൊണ്ട് ഞാൻ 11 ചെയിൻ ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ സ്ലിപ്പ് നോട്ടിലേക്ക് നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് 11 ചെയിനിൻ്റെ വലിയ ലെങ്ത്ത് വേണമെങ്കിൽ അത് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് 3rd ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഞാനോട് ചെയ്യുക. ഹുക്കിന് മുകളിലേക്ക് വലിക്കുമ്പോൾ നമുക്ക് ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. ഞാനോട് ചെയ്യുക. ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കിട്ടും. അപ്പോൾ നമ്മൾ ഇനി എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അത് നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ വെച്ച് ആ ഒരു സ്റ്റിച്ച് എത്തുന്നവരെ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് 3 to 6 month ആയതുകൊണ്ടാണ് 11 ചെയിൻ ചെയ്തത്. 1 year ആണെങ്കിൽ നിങ്ങൾ 13 ചെയിൻ ചെയ്യുക. പിന്നെ അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന 11 ഉണ്ട്, 15 18 അങ്ങനെ സ്റ്റിച്ചസ് ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് ആ ഒരു ലെങ്ത്ത് കറക്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എല്ലാ ചെയിനിലും ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ചിട്ടുള്ള ആ ഒരു എൻഡിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഇനി ആ ഒരു ചെയിനിലാണ് നമ്മൾ വർക്കുകൾ ചെയ്യുന്നത്. ആ ഒരു ചെയിനിൽ നമ്മൾ 5 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെയിനിൽ തന്നെ 5 സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വർക്ക് ഇങ്ങനെ അടുത്ത സൈഡിലേക്ക് ടേൺ ആയി വരാനാണ്. അതുപോലെ ആ ഒരു സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അടുത്ത റൗണ്ടിൽ ഇൻക്രീസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഇനി ആ സെയിം സ്റ്റിച്ചിൽ തന്നെ 5 സ്റ്റിച്ചാണ് ചെയ്യുന്നത്. 1 ചെയ്തു, 2nd ചെയ്യാണ്. ഇനി 3rd ചെയ്യുക, 3rd സ്റ്റിച്ച് ചെയ്യുക, 4th ഹാഫ് DC ചെയ്യുക, 5th ഹാഫ് DC ചെയ്യുക. അങ്ങനെ ഒരു ലാസ്റ്റ് ചെയിനിൽ നമ്മൾ 5 സ്റ്റിച്ച് ചെയ്തിട്ട് അതിന് ഇൻക്രീസിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചെയിന് വരുന്ന ഭാഗം എന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക 5 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോയെന്ന്. അതിന് ശേഷം നമ്മൾ അതിൽ തന്നെ ചെയ്യുമ്പോൾ 6 സ്റ്റിച്ചാവും. തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ഹാഫ് DC ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് 5 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് ആ 5ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ ഈ 5 സ്റ്റിച്ചിലാണ് നമ്മൾ ഇൻക്രീസിങ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചിലും ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയിൻ പോലെ കാണുന്ന അതിൽ നമുക്ക്
സ്റ്റിച്ച് മാർക്കർ വെക്കുക. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ ഇങ്ങനെ ഒരു ടൈലൻഡ് ഉണ്ടാവും. ആ ടൈലൻഡ് ഇതിൻ്റെ കൂടെ തന്നെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ ആ ടൈലൻഡ് ഹൈഡായി പോവും. അപ്പോൾ ഇങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. 2 ചെയിൻ നൂല് വെച്ച് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ പ്രയാസം വരുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഒരു നൂല് വെച്ചിട്ട് തന്നെ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ ഓർഡറൊക്കെ വരുമ്പോൾ കയ്യിൽ 8 പ്ലേ ആണ് ഉണ്ടാവില്ല. അപ്പോൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട ഓർഡേഴ്സ് ആകുമ്പോൾ 2 നൂല് വെച്ചിട്ട് ചെയ്യുന്നതാണ്. 4 പ്ലേൻ്റെ 2 യാണ് വെച്ചിട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ഹാഫ് ഡി സി ചെയ്തു. ഇനി ലാസ്റ്റ് ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. നമുക്ക് അതിലൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഇവിടുന്ന് 2 സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയിൻ സ്റ്റിച്ച് ഇങ്ങനെ കാണും. ആ രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. നമ്മൾ റൗണ്ട് 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. റൗണ്ട് 2 ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി സെക്കൻഡ് ചെയിനിലും നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യുന്നത്. 2 സ്റ്റിച്ചിനെ നമ്മൾ 4 സ്റ്റിച്ച് ആക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യാണ് ഈ ഒരു റൗണ്ടിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 2 സ്റ്റിച്ചിൽ നമ്മൾ 4 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഒരു പാറ്റേൺ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് ഡി സി ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഓരോ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടോയെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്റ്റിച്ചസ് വിട്ടു പോകരുത്. അതുപോലെ ഒരു സ്റ്റിച്ചിൽ തന്നെ 2 സ്റ്റിച്ചൊന്നും ചെയ്യരുത്. ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ആ ഒരു പാറ്റേൺ തന്നെ കറക്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കറിൽ ഇനി നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 എണ്ണമാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു ഹാഫ് ഡി സി ചെയ്യാം. എന്നിട്ട് ആ ഹാഫ് ഡി സിയിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അതിൽ തന്നെ സെയിം തന്നെ ഒരു ഹാഫ് ഡി സി കൂടി ചെയ്യുക. ഇവിടെ നമ്മൾ 5 സ്റ്റിച്ചിൽ 2 ചെയ്തിട്ട് 10 സ്റ്റിച്ചാക്കിയിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. സെക്കൻഡ് സ്റ്റിച്ചിൽ നമ്മൾ 1 2 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. തേർഡ് സ്റ്റിച്ചിലും നമ്മൾ 1 2 തേർഡ് സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഫോർത്ത് സ്റ്റിച്ചിലും അതുപോലെ തന്നെ 1 2. ഇനി ഫിഫ്ത്ത് സ്റ്റിച്ചാണ്. ഫിഫ്ത്ത് സ്റ്റിച്ച് നമ്മൾ സ്റ്റിച്ച് മാർക്കർ വെച്ച ആ ഒരു സ്റ്റിച്ചാണ്. സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ചിലും നമ്മൾ ഒരു ചെയിനിൽ തന്നെ 2 ചെയ്യുക. അങ്ങനെ 5 സ്റ്റിച്ചിനെ നമ്മൾ 10 സ്റ്റിച്ചായിട്ട് ഇൻക്രീസിങ് ചെയ്യുകയാണ് ചെയ്തത്. ഈ ലാസ്റ്റ് സ്റ്റിച്ചിലും നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഈ ചെയിന് പോലെ കാണുന്ന അവിടെ നമ്മളിങ്ങനെ കൗണ്ട് ചെയ്ത് നോക്കുക നമുക്ക് 10 സ്റ്റിച്ച് കിട്ടിയിട്ടുണ്ടോയെന്ന്. അതിന് ശേഷം ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡി സി എന്നുള്ള ഈ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് ഡി സി ചെയ്യുക.
ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്നവരെ ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. അവിടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. 2 സ്റ്റിച്ചാണ് നമുക്കിവിടെ ഉള്ളത്. അപ്പോൾ അവിടെ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൽ 2 ഹാഫ് DC ചെയ്ത് കൊടുക്കുക. 2 സ്റ്റിച്ചിൽ 2 വീതം ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. 2 സ്റ്റിച്ചിലും 2 ഹാഫ് DC വീതം ചെയ്തിട്ട് 4 സ്റ്റിച്ചായിട്ട് ആ സ്റ്റിച്ചിനെ നമ്മൾ ഇൻക്രീസിങ് ചെയ്യാണ് ചെയ്യുന്നത്. ലാസ്റ്റ് സ്റ്റിച്ചിലും 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നമുക്കവിടെ അടുത്ത ചെയിനിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. നമ്മൾ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. തേർഡ് റൗണ്ടിൽ നമ്മൾ ചെയിൻ 2 ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇത് 3 to 6 months ആയതുകൊണ്ടാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് 0 to 3 months ആണെങ്കിൽ ഈ തേർഡ് റൗണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യക്ക് പകരം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ ലെങ്ത്തും വിഡ്ത്തൊക്കെ കറക്റ്റായിട്ട് കിട്ടും. ഇനി അടുത്ത ചെയിനിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത ചെയിനിൽ നമ്മൾ 2 എണ്ണം ചെയ്യുക. 2 1 2 1 എന്നുള്ള പാറ്റേൺ ആണ് ഈ ഒരു 4 സ്റ്റിച്ചിലും നമ്മൾ ചെയ്യുന്നത്. സ്റ്റാർട്ടിങ്ങിൽ 2 ചെയിനും ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്തതിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, മൂന്നാമത്തെ ചെയിനിൽ ഒന്ന് തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമ്മൾ ഇവിടെ എത്തുന്ന വരെ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ വരെ എത്തിയിട്ടുണ്ട്. ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ആ സ്റ്റിച്ച് മാർക്കർ വെച്ച അവിടെ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ചെയിനിൽ തന്നെ 2 എണ്ണം ചെയ്യുക. ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഇനി നമ്മൾ റൗണ്ട് ചെയ്യുന്നില്ല. ഇനിയും റൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 3 റൗണ്ടേ സോളിന് ചെയ്യുന്നുള്ളൂ. അപ്പം 2 എണ്ണം ഒരു ചെയിനിൽ ചെയ്തു. അടുത്ത ചെയിനിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ അടുത്ത ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ 2 1 2 1 എന്നുള്ള പാറ്റേൺ ആ അടുത്ത സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. തേർഡ് വണ്ണിൽ 2 ചെയ്തു. ഫോർത്ത് സ്റ്റിച്ചിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഫിഫ്ത്ത് സ്റ്റിച്ചിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ 2 1 2 1 എന്നുള്ള ഇത് 9 സ്റ്റിച്ചിലും ചെയ്തു. 9ാമത്തെ സ്റ്റിച്ചിൽ നമുക്ക് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ആണ് സ്റ്റിച്ച് കിട്ടിയിട്ടുള്ളത്. ഇനി 10ാമത്തെ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ 10ാമത്തെ സ്റ്റിച്ചിൽ 1 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നമ്മളെ വിടുത്ത് ഇങ്ങനെ ഇൻക്രീസായി വരുന്നത് കാണാം. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴും ഞാൻ പറയുന്ന പോലെ നിങ്ങൾ സ്റ്റിച്ചസ് എഴുതി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓരോ റൗണ്ടും എഴുതി വെക്കാം. ആദ്യം ഫസ്റ്റ് റൗണ്ട് 1 എന്നിട്ട് എഴുതി വെക്കുക. എന്നിട്ട് അത് ചെയ്തതിന് ശേഷം റൗണ്ട് 2 കാണുക. എന്നിട്ട് റൗണ്ട് 2 എഴുതി വെക്കുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം റൗണ്ട് 3 കാണുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റിൽ
തെറ്റാതെ കിട്ടും കേട്ടോ. ഒന്നായിട്ട് നമ്മൾ വീഡിയോ നോക്കി മാത്രം ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അപ്പോൾ എഴുതി വെച്ച് ചെയ്യുമ്പോൾ അതുപോലെ സ്റ്റിച്ച് മാർക്കർ വെക്കുന്നിടത്തൊക്കെ സ്റ്റിച്ച് മാർക്കറൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് തൊട്ടിട്ട് ഇതുവരെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു ഇവിടെ വെച്ചിട്ടുള്ള സ്റ്റിച്ച് മാർക്കറാണുള്ളത്. ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. എന്നിട്ട് അതിൽ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഇൻക്രീസിങ് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഒരു ഇൻക്രീസിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു ചെയിനിൽ തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. അതിനെയാണ് നമ്മൾ ഇൻക്രീസിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒന്ന് തന്നെ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നാലാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ചെയ്ത 2 ചെയിനിൻ്റെ ആ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഭാഗമൊക്കെയാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ വരിക. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് മതി എനിക്ക് സോളിന്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലും വലിയ സോളൊക്കെ ചെയ്യാനാണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 11 ചെയിൻ എടുത്തത് 15, 20 ചെയിൻ എടുക്കുക. പിന്നെ വിടുത്ത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വിടുത്തിൻ്റെ റൗണ്ട് കൂട്ടി കൊടുക്കുക. 3 റൗണ്ട് ഉള്ളത് 5 റൗണ്ടൊക്കെ ആക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ സോള് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ അപ്പർ പാർട്ടാണ് ചെയ്യുന്നത്. അപ്പർ പാർട്ട് ചെയ്യാനായിട്ട് ചെയിൻ 2 ചെയ്യുക. ഇത് നമ്മൾ ഇതുവരെ 2 ലൂപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയാണ് നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഫ്രണ്ട് ലൂപ്പും ഇത് ബാക്ക് ലൂപ്പും. ഈ ഫിംഗർ വരുന്ന ഭാഗം ഫ്രണ്ട് ലൂപ്പും ഇവിടെ വരുന്നത് ബാക്ക് ലൂപ്പും ആണ്. അപ്പോൾ ഇനി ബാക്ക് ലൂപ്പ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ കാണുന്ന ഇങ്ങനെയുള്ള ലൂപ്പാണ് ഈ റൗണ്ട് മുഴുവൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോഴാണ് നമ്മൾ ഫ്രണ്ട് പോർഷന് ടേൺ ആയി വരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അപ്പർ പാർട്ടിലേക്ക് ടേൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്റ്റിച്ചിൻ്റെയും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഈ റൗണ്ട് മുഴുവൻ ചെയ്യുന്നത്. എല്ലാ ചെയിനിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇത് ഫ്രണ്ട് ലൂപ്പ്, ഇത് ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്യുക. ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് അപ്പർ പാർട്ടിലെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബാക്ക് ലൂപ്പ് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പ് ഇവിടെ ഇങ്ങനെ ഒരു ലൈന് പോലെ നമുക്ക് കാണും. അപ്പോൾ ഇങ്ങനെ വർക്ക് കഴിയുമ്പോൾ ഇതിങ്ങനെ അപ്പർ പാർട്ടിലേക്ക് ടേൺ ആയി വരുന്നതായിട്ട് നമുക്ക് കാണും. അതിനാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നേരത്തെ തന്നെ ചെയ്യുമ്പോൾ അതിങ്ങനെ പരന്നിട്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ടേൺ ആയി വരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു റൗണ്ട് എന്തായാലും നിങ്ങൾ എല്ലാ ഇതിലും ചെയ്യണം. അപ്പർ പാർട്ടിലേക്ക് ടേൺ ആവണമെങ്കിൽ മാത്രമേ ഈ ഒരു ബാക്ക് ലൂപ്പ് യൂസ് ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇതുവരെ ചെയ്യുമ്പോൾ നേരാണല്ലോ കിട്ടിയത്. ഇത് കണ്ടോ, ഇതിങ്ങനെ ടേൺ ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാ ചെയിനിലും ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ റൗണ്ട് മുഴുവൻ ഹാഫ് DC ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ ഞാനിവിടെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തപ്പോൾ നമുക്കിങ്ങനെ അപ്പർ പാർട്ടിലേക്ക് നമ്മൾ വർക്ക് ടേൺ ആയി വരുന്നത് കാണാം. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് ലൂപ്പ് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ലൈന് പോലെ ടേൺ ആയിട്ട് വരുന്നതും നമുക്ക് കാണാം. നമ്മൾ ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത തേർഡ് ചെയിൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ചെയ്ത ഹാഫ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്പർ പാർട്ടിലെ ഫസ്റ്റ് റൗണ്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12ാമത്തെ സ്റ്റിച്ചിൽ നമുക്കൊരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമുക്ക് 2 ചെയിൻ ചെയ്യാം. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഈ റൗണ്ടിൽ നമ്മൾ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇങ്ങനെയാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. നേരത്തെ മാത്രമാണ് നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ മാത്രമാണ് അപ്പർ പാർട്ടിലെ ഫസ്റ്റ് റൗണ്ടിൽ മാത്രമാണ് നമ്മൾ ബാക്ക് ലൂപ്പ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഫുള്ളും നമ്മൾ ഈ ഒരു ചെയിൻ പോലെ കാണുന്ന ആ 2 ലൂപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്കിങ്ങനെ
ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ 2 എണ്ണം വെച്ച് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഈ നൂലിങ്ങനെ വലിഞ്ഞ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒരു 8 പ്ലൈൻ്റെ ഒരു യാണ് വെച്ചിട്ട് ചെയ്യണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടുള്ളൂ. 2 എണ്ണം വെച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ഒക്കെ ആദ്യം ഫസ്റ്റ് ലൂപ്പൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ ബിഗിനർ പ്രത്യേകം ശ്രദ്ധിക്കണേ. 2 എണ്ണം വെച്ച് ചെയ്യാതെ ഒരു 8 പ്ലൈൻ്റെ ഒറ്റ യാണ് വെച്ചിട്ട് ചെയ്യണേ. നമ്മളിങ്ങനെ എല്ലാ ചെയിനിലും ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് DC ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തിയിട്ടുണ്ട്. ആ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ആ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഹാഫ് DC ആണ് ചെയ്തത്. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. വീണ്ടും നമുക്ക് അവിടെ തന്നെ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡബിൾ ക്രോഷ്യയുടെ ഡിക്രീസിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുമ്പോൾ ഹുക്കിൽ നമുക്ക് 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് ഹുക്കിൽ 2 ലൂപ്പ് കിട്ടും. വീണ്ടും യാൺ ഓവർ ചെയ്യുക, തൊട്ടടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഹുക്കിനെ മുകളിലേക്ക് വലിക്കുക. അപ്പോൾ ഹുക്കിൽ 4 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഹുക്കിൽ 3 ലൂപ്പ് കിട്ടും. യാൺ ഓവർ ചെയ്യുക, ഈ 3 ലൂപ്പിലൂടെ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് സ്റ്റിച്ച് കിട്ടും. ഈ 2 സ്റ്റിച്ചിനെ നമ്മൾ മുകളിലേക്ക് വരുമ്പോൾ ഒരു സ്റ്റിച്ചായിട്ട് ഡിക്രീസിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത ഡിക്രീസിങ് ചെയ്യുക. രണ്ടാമത്തെ ഡിക്രീസിങ് ചെയ്തു. ഇനി മൂന്നാമത്തെ ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അടുത്തത് 4ാമത്തെ ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്യുക. അടുത്തത് 5ാമത്തെ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അടുത്തത് 6ാമത്തെ ഡിക്രീസിങ് ചെയ്യുക. അടുത്തത് 7ാമത്തെ ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മളിവിടെ 14 സ്റ്റിച്ചിനെ 7 സ്റ്റിച്ചാക്കിയിട്ട് ഡിക്രീസിങ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിവിടെ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കുക. ഈ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത അവിടെ നമ്മൾ ഈ ഒരു എൻഡ് എത്തുന്ന വരെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് DC ചെയ്ത് കൊടുക്കുക. ഷൂവിൻ്റെ അപ്പർ പാർട്ട് ഇങ്ങനെ കുറഞ്ഞ് ഷൂവിൻ്റെ ഷേപ്പ് വരാനാണ് നമ്മൾ ഈ ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ സ്റ്റിച്ചിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എൻഡ് എത്തുന്ന വരെ നമുക്ക് ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇവിടുന്ന് ഇതുവരെ 12 സ്റ്റിച്ചിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഇത് നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ ചെയ്ത ആ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ഒരു ചെയിന് പോലെ കാണുന്ന ആ ഒരു ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. നമുക്ക് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് അപ്പർ പാർട്ടിലെ സെക്കൻഡ് റൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുക. ഷൂവിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയി വരുന്നുണ്ട്. ഇത് നമുക്ക് അപ്പർ പാർട്ടിലെ 3rd ഭാഗം ചെയ്യാം. അതിനായിട്ട് നമുക്ക് 2 ചെയിൻ ചെയ്യാം. ഇനി നമുക്ക് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് തന്നെ ചെയ്ത് കൊടുക്കാം.
എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പർ പാർട്ടിലെ 3rd റൗണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്കവിടെ സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഡിക്രീസിങ് സ്റ്റിച്ച് ചെയ്യാം. നമ്മളിവിടെ 3 ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. താഴെ റൗണ്ടിൽ നമ്മൾ 7 ഡിക്രീസിങ് ചെയ്തു. ഡബിൾ ക്രോഷ്യയുടെ 7 ഡിക്രീസിങ് ആണ് നമ്മൾ താഴെ റൗണ്ടിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഈ റൗണ്ടിൽ നമ്മൾ ഡബിൾ ക്രോഷ്യയുടെ 3 ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. മൂന്ന് ഡിക്രീസിങ് ചെയ്യാം. തൊട്ടടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്തിട്ട് എല്ലാ ചെയിനിലും ഈ ഒരു എൻഡ് എത്തുന്ന വരെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ വരെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യാം. ഞാനിങ്ങനെ ഇവിടുന്ന് ഇതുവരെ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തു. ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്ത ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചിൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്പർ പാർട്ടിലെ 3rd റൗണ്ട് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇതാണ് കിട്ടുക. ഷൂവിൻ്റെ ഏകദേശം ഒരു മോഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത റൗണ്ട് ചെയ്യാനായിട്ട് 2 ചെയിൻ ചെയ്യുക. സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഹാഫ് DC ചെയ്യുക. പിന്നെ എല്ലാ ചെയിനിലും ഓരോ ഹാഫ് DC ചെയ്തിട്ട് ആ ഒരു സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഹാഫ് DC ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. അവിടെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. വീണ്ടും നമുക്ക് സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മൾ ഈ റൗണ്ടിൽ 2 ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. 2 ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. 1 2 2 ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് ചെയ്തു. ഇനി അടുത്ത ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി വീണ്ടും ആ എൻഡ് എത്തുന്ന വരെ നമുക്ക് ഓരോ ഹാഫ് DC ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എത്തുന്ന വരെ നമുക്ക് ഹാഫ് DC ചെയ്യാം. ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ ചെയ്ത ആ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫ് DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലീപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്പർ പാർട്ടിലെ 4th റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇതാണ് കിട്ടുക. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഷൂ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് മുകളിലേക്ക് ബോട്ടീസ് ആയതുകൊണ്ട് കുറച്ചും കൂടി മുകളിലേക്ക് ഒരു ലെങ്ത്ത് വേണം. അപ്പോൾ വീണ്ടും ചെയിൻ 2 ചെയ്യുക. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ആ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഹാഫ് DC ചെയ്ത് കൊടുക്കുക. സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഹാഫ് DC ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഈ സ്റ്റിച്ച് മാർക്കർ എത്തുന്ന വരെ ഹാഫ് DC ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യുക. ഈ സ്റ്റിച്ച് മാർക്കറിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മൾ ഈ റൗണ്ടിൽ ഒരു ഡിക്രീസിങ് ഡബിൾ ക്രോഷ്യ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്.
ഒരു ഡബിൾ ക്രോഷേ ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. പിന്നെ വരുന്ന എല്ലാ സ്റ്റിച്ചിലും നമുക്ക് ഓരോ ഹാഫ് DC വീതം ചെയ്ത് കൊടുക്കുക. ഓരോ റൗണ്ട് എഴുതി വെച്ചിട്ട് ആ റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അടുത്ത റൗണ്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നല്ലവണ്ണം നീറ്റിൽ വർക്കുകൾ ചെയ്ത് കിട്ടും. അല്ലെങ്കിൽ ഓരോ റൗണ്ടിലും നോക്കാതെ എഴുതി വെക്കാതെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, എഴുതി വെക്കുക, ഓരോ റൗണ്ടും എഴുതി വെക്കുക, എന്നിട്ട് ചെയ്യുക കേട്ടോ. ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ബിഗിനേഴ്സിനും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഫസ്റ്റ് ചെയ്ത 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഹാഫ് DCയുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷൂ ആണ് നമുക്ക് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, ഇങ്ങനെ വേണമെങ്കിലും ഷൂസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇനി ഞാൻ മുകളിലേക്ക് കളർ ചേഞ്ച് ചെയ്യുകയാണ്. കളർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ഈ ഒരു യാണ് കട്ട് ചെയ്യാതെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ചെയിൻ 1 ചെയ്യാം. യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യാം, യാണ് കട്ട് ചെയ്യുക. അതിന് ശേഷം ഈ യാണിങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നമ്മൾ ഇവിടെ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം ഏത് കളറാണോ നിങ്ങൾ അപ്പർ പാർട്ടിലേക്ക് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കളർ യാണ് എടുക്കുക. ഞാനിവിടെ 4 പ്ലേ യാണായതുകൊണ്ട് 2 യാണ് വെച്ചിട്ട് തന്നെയാണ് ഈ അപ്പർ പാർട്ടിലുള്ള പോർഷനും ചെയ്യുന്നത്. നമുക്ക് ചെയിൻ 2 ചെയ്യാം. ഇനി എല്ലാ ചെയിനിലും ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഈ റൗണ്ട് മുഴുവനും ഹാഫ് ഡബിൾ ക്രോഷേ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഈ ഒരു യാണും ആഡ് ചെയ്തിട്ട് ഈ ഒരു യാണും ഞാനിങ്ങനെ നമ്മൾ ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള ഈ ഒരു പാറ്റേൺ ഈ ഒരു റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക. ഈ ഒരു യാണ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ ഇവിടെ ഈ ബാക്ക് സൈഡിൽ അയാണ് ഇങ്ങനെ കാണാതെ നല്ല നീറ്റായി കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ അതിങ്ങനെ അവിടെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. പിന്നെ കട്ട് ചെയ്താലും ചിലപ്പം നമ്മൾ വാഷ് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഇളകി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ ആഡ് ചെയ്ത് പിടിച്ചാൽ മതി. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഹൈഡായി പോയിക്കോളും. ഈ ഭാഗം കണ്ടോ നല്ല നീറ്റായി കിട്ടും. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കാണും. ഈ റൗണ്ട് മുഴുവനും നമുക്ക് ഓരോ ഹാഫ് DC എന്നുള്ള ഒരു പാറ്റേൺ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഞാൻ ഈ റൗണ്ട് മുഴുവനും ഓരോ ചെയിനിലും ഓരോ ഹാഫ് DC എന്നുള്ള പാറ്റേൺ ഇങ്ങനെ ചെയ്തിട്ട് ഈ ഒരു എൻഡ് എത്തിയിട്ടുണ്ട്. ഈ എൻഡിൽ ഫസ്റ്റ് ചെയ്ത ഹാഫ് DCൻ്റെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് വീണ്ടും ചെയിൻ 2 ചെയ്യാം. ഇനി ഞാൻ ഈ ഒരു ചെയിനിൻ്റെ ഈ ഒരു താഴെ ചെയ്ത ഹാഫ് DCൻ്റെ ഈ സെൻറ്ററിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഫ്രണ്ട് പോസ്റ്റ് ഹാഫ് DC ചെയ്ത് കൊടുക്കുക. ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ അടുത്ത സ്റ്റിച്ചിൽ ഒരു ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്തതിൽ ഒരു ഫ്രണ്ട് പോസ്റ്റ് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്യുക. അടുത്ത സ്റ്റിച്ചിൽ ഫ്രണ്ട് പോസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. അടുത്തതിൽ ബാക്ക് പോസ്റ്റ് ഡബിൾ ക്രോഷേ സ്റ്റിച്ച്. അടുത്തതിൽ ഫ്രണ്ട് പോസ്റ്റ്, ഒരു ഫ്രണ്ട് പോസ്റ്റ് ഒരു ബാക്ക് പോസ്റ്റ് എന്നുള്ള ആ ഒരു രീതിക്ക് ഈ റൗണ്ട് മുഴുവനും ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ
നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടുതൽ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ ആ വീഡിയോസ് നിങ്ങൾക്ക് ട്യൂട്ടോറിയലായിട്ട് ചെയ്ത് തരുന്നതാണ്. അല്ലെങ്കിൽ ഇത് ഓൺലൈനിലായിട്ടും ഓഫ്ലൈനിലായിട്ടും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിലായിട്ടോ ഓഫ്ലൈനിലായിട്ടോ ക്ലാസ്സുകൾ എടുക്കുന്നെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ ഈ റൗണ്ട് മുഴുവനും ഒരു ഫ്രണ്ട് പോസ്റ്റ് സ്റ്റിച്ച് ഒരു ബാക്ക് പോസ്റ്റ് സ്റ്റിച്ച് എന്നുള്ള ആ ഒരു പാറ്റേൺ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു വരാം. ഈ ഒരു എൻഡ് വരെ ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് പോസ്റ്റ് ബാക്ക് പോസ്റ്റ് എന്നുള്ള ആ ഒരു രീതിക്ക് ഇങ്ങനെ ചെയ്തപ്പോൾ കണ്ടു നല്ലൊരു ബോർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സിഗ്സാഗ് പോലെയുള്ളൊരു ബോർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ചെയ്ത ആ ഒരു DC-യുടെ ടോപ്പിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ചെയിൻ 1 ചെയ്യുക, യാൺ കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ യാൺ ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. പിന്നെ നമ്മളിങ്ങനെ ഈ യാണ് ഹുക്ക് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഉള്ളിലേക്കും പുറത്തേക്കും ഉള്ളിലേക്കും കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടിയ ഇങ്ങനെ എടുത്തിട്ട് ഒരു യാണ് മാത്രം എടുക്കുക. എന്നിട്ട് ഇതൊന്ന് നമുക്ക് കെട്ടി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ബാലൻസ് വരുന്നതാണ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മൾ ഫൈനൽ ലുക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഈ ഇവിടെ ഒരു കയറൊക്കെ വേണമെങ്കിൽ ഒരു കയറൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒന്നും കൂടി ഇതേ സെയിം പാറ്റേണിൽ തന്നെ ഒന്നും കൂടി ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ്.